ഈ വീഡിയോയിൽ നമ്മൾ റേഷ്യോ അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ബിസിനസ്സിൽ നിങ്ങളിതുവരെ പഠിച്ചിരിക്കുന്നത് ഒരു ബിസിനസ് ഇയർ എൻഡാകുമ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനോടൊപ്പം അതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒത്തിരിയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവർ പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതൊരു ബിസിനസ് നടത്തുമ്പോൾ നമുക്കത് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നതെന്നൊക്കെ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വി ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് ദിസ് മച്ച്, 2 lakh rupees പ്രോഫിറ്റ് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, വി ഹാവ് ദിസ് മച്ച് അസെറ്റ്സ് ആൻഡ് വി ഹാവ് ദിസ് മച്ച് ലയബിലിറ്റി, വി ഹാവ് ദിസ് മച്ച് കറണ്ട് അസെറ്റ്സ്, ഇത്ര രൂപയുടെ കറണ്ട് അസെറ്റ്സ് ഉണ്ട്, ഇത്ര രൂപയുടെ ഫിക്സ്ഡ് അസെറ്റ്സ് ഉണ്ട്, ഇത്ര രൂപയുടെ ഈ ക്യാപിറ്റൽ ഉണ്ട്, ഇത്ര രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഇത്ര രൂപയുടെ ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ ഫിഗേഴ്സ് കിട്ടും. ഈ ഫിഗേഴ്സിന് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ പറ്റില്ല. ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഒന്നും ഈ ഫിഗേഴ്സ്, ഇപ്പോൾ 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുന്നത്, ഈ 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നത് പറയുന്നത് ഒരു നല്ല കാര്യമാണോ അല്ലയോ നമുക്കതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്നോട് വന്ന് പറയുന്നു, ഐ ഗോട്ട് 50 മാർക്സ് എന്ന്. അപ്പോൾ എനിക്കത് 50 മാർക്സ് നല്ലതാണോ അതോ മോശം മാർക്കാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇഫ് യു ഹാവ് ഗോട്ട് 50 മാർക്സ് ഔട്ട് ഓഫ് 50, ദെൻ ഇറ്റ്സ് എ ഗുഡ് മാർക്ക്, റൈറ്റ്? അതൊരു എക്സലൻറ്റ് മാർക്കാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ 50 മാർക്ക് 100-ലാണെന്നുണ്ടെങ്കിലോ നല്ലതല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. റേഷ്യോയിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് എക്സ്പ്രസ് ചെയ്യും. അതായത് പ്രോഫിറ്റിനെ എക്സ്പ്രസ് ചെയ്യും. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഇസ് 20% ആൻഡ് ദിസ് ഇയർ പ്രോഫിറ്റ് ഇസ് 25%. അതായത് എന്താ, നമ്മുടെ കമ്പനി ഇംപ്രൂവ് ചെയ്യുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് കഴിഞ്ഞ വർഷത്തെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്ര പെർസെൻറ്റേജ് ആയിരുന്നു, ഈ വർഷം അത് ഇത്രയായി കുറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഒരു വലിയ 1 crore എന്നും 5,50,000 എന്നൊക്കെ കുറഞ്ഞ ഫിഗേഴ്സ് കാണുന്നതിനെക്കാട്ടി റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. So ratio analysis is used to evaluate the relationship among financial items. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് ഏതാണെങ്കിലും, ഇപ്പം ട്രേഡിംഗ് ആൻഡ് പിയാനിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകത്തിൻ്റെ കുറേ ഫിഗേഴ്സ്, എക്സ്പെൻസിൻ്റെ കുറേ ഫിഗേഴ്സൊക്കെ കിട്ടും. അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ സഹായത്തോടുകൂടിയാണ്? റേഷ്യോയുടെ എത്രമാത്രം എക്സ്പെൻസ് ഉണ്ട്, ലാസ്റ്റ് ഇയറിൽ എത്രമാത്രം എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്ര ശതമാനം കൂടി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദെൻ the ratios are used to identify trends over time for one company or to compare 2 or more companies at one point in time. അതായത് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചാണ് നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് റേഷ്യോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വെച്ച് അനലൈസ് ചെയ്യാറുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. So financial statement ratio analysis focus on 3 key aspects of a business. അതായത് ഈ റേഷ്യോ അനാലിസിസ് നമ്മൾ 3 ആസ്പെക്ട്സിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്. ഒന്ന്, ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റിയെക്കുറിച്ച് അറിയുന്നതിന്, പിന്നീട് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് അറിയുന്നതിന്, പിന്നീട് സോൾവൻസിയെക്കുറിച്ച് അറിയുന്നതിന്. ഇപ്പോൾ ലിക്വിഡിറ്റി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രേഡിംഗ് ആൻഡ് പിയാനിലെ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും എല്ലാം ഇരിപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നോട്? നിങ്ങൾക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ക്യാഷിൻ്റെ അവൈലബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഇത്രയും രൂപയുടെ ക്യാഷ് ഉണ്ട്, ഇത്രയും രൂപയുടെ കറണ്ട് അസെറ്റ്സ് ഉണ്ട്, സോ ദർ ഇസ് സഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ റേഷ്യോസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യണം, പിന്നീട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, എന്നിട്ട് പറയണം നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ സ്ട്രോങ് ആണോ അതോ വീക്ക് ആണോ എന്ന്. ഓക്കെ, പിന്നീട് പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ ഇത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അതിനെ എക്സ്പ്രസ് ചെയ്ത് പറയാം. ഇത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്, ലാസ്റ്റ് ഇയറിൽ എത്ര ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഇത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്, നമ്മുടെ കോമ്പറ്റീറ്ററിന് ഇത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പിന്നീട് സോൾവൻസി എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദി ഫേം ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റ്സ്. അതായത് ഇപ്പോഴുള്ള ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഒക്കെ കൊടുത്ത് തീർക്കാൻ നമ്മൾക്ക് പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ലിക്വിഡിറ്റി അനലൈസ് ചെയ്യുന്നത്. സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൊടുത്ത് തീർക്കണമല്ലോ. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസ് ലോങ് റണ്ണിൽ നമ്മളെ കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ്
സോൾവൻസി പാർട്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വന്ന്. ഒന്നെന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൊസിഷനെ അനലൈസ് ചെയ്യുക, ദെൻ പ്രോഫിറ്റബിലിറ്റി പൊസിഷനെ അനലൈസ് ചെയ്യുക, പിന്നീട് സോൾവൻസിനെ അനലൈസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് റേഷ്യോസ്. ഓക്കെ, ഇനി റേഷ്യോയുടെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, നിങ്ങളങ്ങ് തന്നെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഇസ് റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ certain ways. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മാർക്ക് എത്ര ഉണ്ട്, അപ്പോൾ നിങ്ങൾ പറയും 80% മാർക്ക്. അപ്പോൾ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, ആ സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് 80% എന്ന് പറഞ്ഞത്. ഔട്ട് ഓഫ് 100 അതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ടോട്ടൽ മാർക്സ്. അതിൽ ഞങ്ങൾക്ക് 80 കിട്ടി. സോ ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അതായത് 80 എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും 100 എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും റേഷ്യോസിനെ. പിന്നീട് സിമ്പിൾ ഓർ പ്യുവർ റേഷ്യോസ് ഉണ്ട്. സിമ്പിൾ ഓർ പ്യുവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ഐറ്റംസ് ഡിവൈഡ് ചെയ്യുന്നു. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3/2 എന്ന് കിട്ടിയാൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 3:2 എന്നാണ്. ഇപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി, അതായത് കറണ്ട് അസറ്റ് 3 lakh, കറണ്ട് ലയബിലിറ്റി 2 lakh ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 3/2 എന്ന് കിട്ടും. അതിനെ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് 3:2. അത് അങ്ങനെ പറയുന്നതിനെയാണ് പ്യുവർ ഓർ സിമ്പിൾ റേഷ്യോ എന്ന് പറയും. പിന്നീട് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് റേറ്റ്സ് എന്ന് പറയുന്നത് വെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 items ഇസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ഐറ്റംസ് ഇറ്റ് ഈസ് കോൾഡ് റേറ്റ്സ്. അതായത് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5 അല്ലെങ്കിൽ 2 എന്നൊക്കെ കിട്ടും. ഒരു ഐറ്റം ഡിവൈഡ് ബൈ വേറൊരു ഐറ്റം, 1 വേരിയബിൾ ഡിവൈഡ് ബൈ വേറൊരു വേരിയബിൾ. അപ്പോൾ നമ്മൾ ആ ഫിഗർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 8 എന്നോ 7 എന്നോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിഗർ കിട്ടും. ആ ഫിഗറിനെയാണ് നമ്മൾ ടൈംസിൽ എക്സ്പ്രസ് ചെയ്താണ് പറയാറുള്ളത്. അതിനെ റേറ്റ്സ് എന്ന് പറയും. ഇനി ഓരോ റേഷ്യോസും 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ലിക്വിഡിറ്റി റേഷ്യോസ്. അത് ഈ റേഷ്യോസ് മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ പാർട്ടിനെ എടുത്ത് വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് പാർട്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും പിന്നീട് ബാലൻസ് ഷീറ്റും കൂടി എടുത്ത് വെച്ച് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ 4 റേഷ്യോസ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോ, അത് ലിക്വിഡിറ്റി ആസ്പെക്ട്സിനെ അനലൈസ് ചെയ്യുന്നു. പിന്നീട് ലിവറേജ് റേഷ്യോ, ലിവറേജ് മീൻസ് സോൾവൻസിനെ അനലൈസ് ചെയ്യുന്നു. സോൾവൻസി മീൻസ് എബിലിറ്റി ഓഫ് ദി ഫേം ടു പേ ഓഫ് ഇറ്റ്സ് ലോങ് ടേം ലയബിലിറ്റീസ് ഇൻ ദ ലോങ് റൺ. പിന്നീട് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യുന്നു. പിന്നീട് ടേൺ ഓവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ചെക്ക് ചെയ്യുന്ന റേഷ്യോനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ. ദാറ്റ് മീൻസ് വെദർ ദേ ഹാവ് ഇനഫ് ക്യാഷ് ടു പേ ഓഫ് ദെയർ ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ അവരുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുള്ള റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണ് പോകുന്നത്. നോക്കിയപ്പോഴത്തേക്കും 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ 10 ലക്ഷം രൂപ എടുത്ത് ചിലവാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. വെദർ വി ഹാവ് ഇനഫ് ഫണ്ട് വിത്ത് അസ് ടു പേ ഓഫ് അവർ ഷോർട്ട് ടേം ലയബിലിറ്റീസ്. അതാണ് ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോയിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ ചെക്ക് ചെയ്യുന്നതെന്ന്. ലിക്വിഡിറ്റി റേഷ്യോയിൽ 3 റേഷ്യോസാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ഇസ് കറണ്ട് റേഷ്യോ ചെക്ക് ചെയ്യണം, ദെൻ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ചെക്ക് ചെയ്യണം, പിന്നീട് ഒരു റേഷ്യോയും കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഇസ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. ഇത്രയും റേഷ്യോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണെന്ന്. അതായത് വെദർ വി ആർ ഏബിൾ ടു പേ ഓഫ് അവർ ഷോർട്ട് ടേം ലയബിലിറ്റീസ്. നമുക്ക് മാത്രമല്ല, ഇതിപ്പോൾ പബ്ലിഷ്ഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ഇൻവെസ്റ്റർ, ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററിനും ഈ ഇൻഫർമേഷനൊക്കെ വെച്ച് ചെക്ക് ചെയ്യാം. നമ്മുടെ പാസ്റ്റ് ഇയേഴ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പബ്ലിഷ്ഡ് അക്കൗണ്ട്സ് മൊത്തം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എടുത്ത് അവർക്കും ചെക്ക് ചെയ്യാം. ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ, ഇവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണ്, ഇവരുടെ സോൾവൻസി എങ്ങനെയാണ്, ഇവരുടെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്യാം. അപ്പം നമ്മുടെ കമ്പനിക്ക് മാത്രമല്ല ഈ റേഷ്യോസ് കൊണ്ട് പ്രയോജനം, മറ്റുള്ളവർക്കും ഈ റേഷ്യോസ് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് പ്രയോജനമാണ്. നമുക്ക് ക്രെഡിറ്റിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. പിന്നീട് ഗവൺമെൻറ്റിന് പ്രയോജനം ചെയ്യും. പിന്നീട് അതൊക്കെ നിങ്ങൾ പണ്ടേ പഠിക്കുന്നതാണല്ലോ. സോ ലെറ്റ്സ് നോട്ട് ദീസ് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ ചെക്ക് ചെയ്യുന്നത് 3 റേഷ്യോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ്. 1 ഇസ് കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ.
ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു ഈ റേഷ്യോസ് മൊത്തം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന ഓരോ പാർട്ടുകളെയും അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിനെയാണ്. ബാലൻസ് ഷീറ്റിലെ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെ മാത്രം, അതായത് ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിനെയും മാത്രം അനലൈസ് ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. അതിൽ ആദ്യമായിട്ടുള്ളത് കറണ്ട് റേഷ്യോ. So this ratio measures the financial strength of the company. Generally, 2:1 is treated as the ideal ratio, but it depends on industry to industry. അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ്. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഐഡിയലായിട്ടുള്ളതെന്ന് പറയുന്നത് 1:1 ആണ്. അതായത് 2 രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപയുടെ ലയബിലിറ്റിയെ കാണാൻ പാടുള്ളൂ. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. 2 രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ 1 രൂപയുടെ ലയബിലിറ്റിയെ കാണാൻ പാടില്ല. അതായത് 20,000 രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ 10,000 രൂപയുടെ ലയബിലിറ്റിയെ കാണാൻ പാടുള്ളൂ. ദെൻ വി ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ. പിന്നീട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കറണ്ട് റേഷ്യോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കറണ്ട് റേഷ്യോ 10:1 എന്ന് വെച്ചാൽ എന്താണ്? അതായത് 10 രൂപയുടെ കറണ്ട് അസറ്റ് ഉള്ളപ്പോൾ നമുക്ക് എത്ര രൂപയുടെ ലയബിലിറ്റിയേ ഉള്ളൂ? 1 രൂപയുടെ ലയബിലിറ്റിയേ ഉള്ളൂ. അത് അത്ര നല്ലതാവണമെന്നില്ല. നമ്മൾ ശരിക്കും ഒത്തിരിയും എമൗണ്ട് ഉണ്ടല്ലോ അസറ്റായിട്ട്, പക്ഷേ ലയബിലിറ്റി അത് നല്ലതല്ല. കാരണം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയലായിട്ട് കിടക്കുന്ന ഫണ്ടാണ്. അതിന് നമ്മൾ ഒരു രീതിയിലും ഉപയോഗിക്കുന്നില്ല, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒന്നും കൂട്ടുന്നില്ല. അത് ഐഡിയലായിട്ട് കിടക്കുന്നതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഐഡിയലായിട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് കമ്പനിക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് കറണ്ട് റേഷ്യോ കൂടാനും പാടില്ല, ഈ 2:1 ഒരു ഹയർ റേഷ്യോ ആവാനും പാടില്ല, കുറയാനും പാടില്ല. ചെറിയ ഡിഫറൻസ് ഓക്കെയാണ്. അപ്പോൾ 3:1 എന്ന് പറഞ്ഞ് കൊള്ളാതൊന്നുമില്ല, അതും ഓക്കെയാണ്. അത് ഓരോ ഇൻഡസ്ട്രി അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. എങ്കിലും ടു ഹൈ കറണ്ട് റേഷ്യോയും ടു ലോ കറണ്ട് റേഷ്യോയും നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇത് കറണ്ട് റേഷ്യോ ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ കറണ്ട് അസറ്റ്സ് അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്ന്. സ്റ്റോക്ക്, ഡെറ്റർ, ക്യാഷ് ഇൻ ബാങ്ക്, റിസീവബിൾസ്, ലോൺ ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദെൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇതൊക്കെയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മീൻസ് വിച്ച് ക്യാൻ ബി ട്രേഡഡ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അതങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കറണ്ട് അസറ്റുകൾ. കറണ്ട് ലയബിലിറ്റി ഇതൊക്കെയാണ്: ക്രെഡിറ്റ്, ഷോർട്ട് ടേം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റീസ്. പിന്നീട് പ്രൊവിഷൻ ഫോർ ടാക്സേഷനും അങ്ങനെ കുറച്ച് ലയബിലിറ്റീസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി. ഇത് തമ്മിലുള്ള റിലേഷൻ എടുക്കുന്നതിനെയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ ഓർ ലിക്വിഡ് റേഷ്യോ എന്ന് പറയും. അടുത്ത ലിക്വിഡിറ്റി റേഷ്യോ ആണത്. This ratio is the best measure of the liquidity in the company. This ratio is more conservative than current ratio. The quick ratio is compared by adjusting current assets to eliminate those assets which are not in cash. Generally, 1:1 is treated as ideal ratio. ഇത് കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആണ്. നല്ല സ്ട്രിക്റ്റ് റൂൾ അനുസരിച്ചാണ് ഏത് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്വിക്ക് റേഷ്യോ നമ്മുടെ കയ്യിൽ ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷ്. കറണ്ട് റേഷ്യോയിൽ നമ്മൾ സ്റ്റോക്കും ഡെറ്റേഴ്സും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അതൊന്നും ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് അല്ല, ലിക്വിഡ് ഫോമിലല്ല. വിത്തിൻ 1 ഇയർ നമുക്കത് കിട്ടും എന്നുള്ളേ ഉള്ളൂ. ഇപ്പം ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറച്ചും കൂടെ കൺസർവേറ്റീവായിട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് എല്ലാ കറണ്ട് അസറ്റ്സിനെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏതിനെ നമ്മൾ മാറ്റിക്കളയണം? സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലുള്ള കറണ്ട് അസറ്റ്സിനെ മാറ്റിക്കളയുന്നതാണ് ക്വിക്ക് അസറ്റ്. So quick asset is a relationship between quick asset and current liabilities. So formalize quick asset over current liabilities. Quick asset എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് തന്നെ, അതിൽ നിന്നും എന്തൊക്കെ മാറ്റിക്കളയണം? ഇൻവെൻട്രിയെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും മാറ്റിക്കളയണം. ബാക്കിയുള്ളതേ ഉള്ളൂ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. പിന്നീട് കറണ്ട് ലയബിലിറ്റി മറ്റെടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിനെ മാറ്റണം. കറണ്ട് ലയബിലിറ്റിയിൽ ബാങ്ക് ഓഡിയോ ഉണ്ടെങ്കിൽ മാറ്റിക്കളയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. ഓക്കെ, ഇനി കറണ്ട് റേഷ്യോയും കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു റേഷ്യോ കൂടെ ഉണ്ടായിരുന്നു, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. So this ratio measures the total liquidity available to the company, and this ratio considers marketable securities and cash receivable to the company. This ratio only tests short-term liquidity in terms of cash, marketable securities and current investment. ഇത് കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആണ് ഇതിനെക്കാട്ടിൽ. ക്വിക്ക് റേഷ്യോയിൽ നമ്മൾ ഡെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ, പ്യുവർലി ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ, അതായത് ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും മാത്രമേ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ചെക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്?
to know whether the business is able to pay off its short term liabilities. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റി പേ ഓഫ് ചെയ്തില്ലെങ്കിലും ദീർഘകാലം കമ്പനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ഇല്ലാതെ. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ദീർഘകാലം സർവൈവ് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പോൾ ലിക്വിഡിറ്റിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റബിലിറ്റിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ലിക്വിഡിറ്റി. അപ്പോൾ അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, കറണ്ട് റേഷ്യോ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കറണ്ട് റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും 2:1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് എടുത്തോണം അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള. പിന്നീട് ക്വിക്ക് റേഷ്യോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഐഡിയൽ പറയുന്നത് 1:1 ആണ്. പിന്നീട് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, വെദർ ദി ഫേം ഈസ് ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇനി ഈ പോർഷനിൽ നിന്ന് 2-3 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമിന് ചില പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത് കാണിക്കാം. താങ്ക് യു.